രാവിലത്തെ ചായ പലഹാരത്തിന് നമുക്ക് പുട്ട്, ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, അങ്ങനെ പല ഏതാണെങ്കിലും അത് ഉപ്മാവ് ഒക്കെ ഒക്കെ രസമാണ്. പക്ഷെ എന്ന് വെച്ചാല് നമ്മള് ഇന്നിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ വെച്ചാല് ഇന്നിപ്പോ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട രാവിലത്തെ ചായ പലഹാരത്തിന്റെ വിഭവം എന്താ വെച്ചാല് നൂൽപുട്ട്. നൂൽപുട്ട് നല്ല ഇഷ്ടമാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇവിടെ നൂൽപുട്ടാണ്. പിന്നെ അതിലേക്ക് ഗ്രീൻ പീസിന്റെ കറി. അപ്പൊ രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ ഉള്ളി, കിഴങ്ങ്, അതൊക്കെയാണ് അതിലേക്ക് ചേരുവകൾ. അപ്പോൾ ഇനി ഇതാ കിഴങ്ങ് അതൊക്കെ ഒന്ന് തോലെത്താൻ ആദ്യം. ഇതിപ്പോൾ നമുക്ക് ഗ്രീൻ പീസിൻ്റെ കറിയാണ് നമ്മളെ നൂൽപുട്ടിക്ക്. ഇപ്പോൾ കുറേ ദിവസമായി നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് നൂൽപുട്ട്, പിന്നെ ഈ ഗ്രീൻ പീസിൻ്റെ കറി. അത് രണ്ടും നല്ല ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ മുട്ടക്കറി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. പച്ചമുളകും 2 കീറിയിടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ അത് കഴുകി വൃത്തിയാക്കിയതാണ്. അത് ഇതിലേക്ക് കുക്കറിലിടാം, മറ്റ് കഷ്ണങ്ങളും. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചേ ഉള്ളൂ, വെള്ളം ഒഴിക്കാം പാകത്തിന്. ഏതായാലും വേവട്ടെ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ തേങ്ങ അരക്കാണ്ട്. ഇതിലേക്ക് അരച്ചിട്ടാണ് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകി അരയ്ക്കാം. ഇത് അരച്ചെടുക്കാം. ചെറിയ ജീരകം ചേർത്തിട്ടാണ്. ഇതാ ഒരു 10 വിസിലിൻ്റെ അടുത്ത് കൂക്കിയിട്ടുണ്ട്. എന്നാലേ അത് വേവുള്ളൂ. അപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. പാകത്തിനാണ് വെള്ളമൊക്കെ. അപ്പോൾ ചെറിയ തീയിൽ ഒന്നുകൂടി അടുപ്പ് കത്തിച്ച് ഇനി നമുക്കിതാ അരച്ച് വെച്ചത് അതിൽ ചേർക്കാം. അരച്ചത് നല്ലുണ്ട്. അപ്പോൾ നല്ല കുറുക്കിയിട്ട് വരും കറി. ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഊണിനെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പിലിടാം. ഒക്കെ നല്ല വെന്തതാണല്ലോ എല്ലാ കഷ്ണങ്ങളും. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് അത് വറവിടാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മളെ കറി അതിവിടായി. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം. ഇത് പിന്നെ ഞങ്ങൾ വാങ്ങിയ പൊടിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ട്. ഇനിയിപ്പോൾ ഇതാ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കുകയാണ് പൊടി. ഇപ്പം നല്ലതുണ്ട്. ഇത് ഞങ്ങൾക്ക് പാകമാണ്. ഞങ്ങൾക്ക് 8 എണ്ണം അതുണ്ടാക്കാം. അപ്പോൾ ഇതാ നൂൽപുട്ടിൻ്റെ പാത്രത്തിൽ ഇട്ട് ഇനി നമുക്കത് പീച്ചെടുക്കാനുള്ളതാണ്. ഇത് പാകമാണ് എടുത്തത് അളവ്. തേങ്ങ ചിരവിയത് ഉണ്ട് ഇഡ്ഡലി തട്ടിൽ. ഇതാ ഇഡ്ഡലീൻ്റെ. അപ്പോൾ ആ തട്ടിൽ നമുക്ക് തേങ്ങ ചിരവിയത് ആദ്യം ഇടാം. ഇനിയിപ്പോൾ ഇങ്ങനെ പീച്ചി കൊടുക്കുക. അത് നല്ല പൊടിയാണ്. അപ്പോൾ നല്ല പാകത്തിനൊക്കെ കുഴച്ചെടുത്തൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതാ നല്ല പോലെ നല്ല എളുപ്പത്തിലുണ്ട് പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. 4 4 8 എണ്ണം അതിലുള്ളതാണ്. കറക്റ്റാണിത്. അപ്പോൾ അതൊക്കെ കൂടെ ആയി. മുകളിൽ ഇനി തേങ്ങ ചിരവിതിടുന്നില്ല. മുകളിൽ വേണ്ട.
അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഇതാ ഇനി അതിൽ നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവിയേറ്റെടുക്കുക. ചായ ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ വെന്ത് ഒക്കെ റെഡിയായി. അതിലെടുക്കാൻ ഇട്ടപ്പെട്ട പലഹാരമാണ് നൂൽപ്പിട്ട്. അതാണെന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നൂറ്റിപ്പെട്ടിലേക്ക് പട്ടാണിക്കടലയാണ് പൊട്ടാണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. ഏതായാലും ചായ കഴിക്കായി. അമ്മ അവിടെ റെഡിയായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് ചിലർ 3 എണ്ണം, പിന്നെ വലുത് നോക്കിയിട്ട് തന്നെ 3 എണ്ണം. മുകളിലത്തെ തട്ടിൽ നല്ല കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് അത് പീച്ചെടുത്തിട്ടുള്ളത്. കറി ഒഴിച്ചു, ചായയും കൊടുക്കാം. അപ്പം ഇന്ന് നല്ലൊരു ചായ പലഹാരം തന്നെയാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൂടി ആയതുകൊണ്ടേ. നല്ല ആവിയിൽ വെന്ത നൂൽപ്പിട്ട്, പിന്നെ ഗ്രീൻ പീസ്, നല്ല മസാല ഒന്നും ചേർക്കാതെ നല്ല തേങ്ങ അരച്ച് അങ്ങനെ കറി വെച്ചത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ചായ പലഹാരം. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ കഴിക്കട്ടെ. അമ്മ 3 എണ്ണം കഴിച്ചു, ഞാനൊരു 5 എണ്ണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.